വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്. രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസ് പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള കൊമേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോകളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ വിട്ടുപോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ദി എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് കോമ്പണൻസ് ഓർ പാർട്സ് ഓഫ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ടോട്ടൽ പാറ്റേൺ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേണിനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം, സ്ട്രക്ചർ മീൻസ് അതിൻ്റെ ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. സോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മീൻസ് എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്സ് എമംഗ് വേരിയസ് കോമ്പോണൻസ് ഓർ പാർട്സ് ഓഫ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് വേരിയസ് എലമെൻസുകൾ കിടക്കുന്നുണ്ട്. അത്തരം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എലമെൻസിന് തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ഒരു സ്ട്രക്ചർ, ആ ഒരു പാറ്റേൺ, ഏത് രീതിയിലാണ് അവിടെയുള്ള ആ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുന്നത്, ആ ഒരു സിസ്റ്റത്തിനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിഫൈൻസ് ആസ് എ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക്സ് ആർ പെർഫോംഡ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഏത് രീതിയിലാണ് മാനേജേഴ്സ് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ ഒരു ഫ്രെയിം വർക്കിനെയാണ്, അതിൻ്റെ ഒരു ബേസിനെയാണ്, അതിൻ്റെ ഒരു പാറ്റേണിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദാറ്റ് ഫ്രെയിം വർക്ക് ഓഫ് ബിസിനസ് ഇസ് കോൾഡ് സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ബിസിനസ്സിൻ്റെ ആ ഒരു ഫ്രെയിം വർക്കിനെ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദിസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്ലിയർലി സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് എമംഗ് പീപ്പിൾ, വർക്ക് ആൻഡ് റിസോഴ്സ്. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? റിലേഷൻഷിപ്പ് എമംഗ് പീപ്പിൾ, വർക്ക് ആൻഡ് റിസോഴ്സസ്. ആരൊക്കെയാണ് ഏത് ജോബാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ആരുടെ ഇൻസ്ട്രക്ഷനാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓർ റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് കോമ്പണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പീപ്പിൾ, എംപ്ലോയീസ്, മാനേജേഴ്സ്, റിസോഴ്സസ്, വർക്ക്, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനുള്ളിൽ ഈ എംപ്ലോയീസും മാനേജ്മെൻറ്റും വർക്കും ഒക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത്, എന്താണ് അവിടെ നടക്കുന്ന ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ഫ്രെയിം വർക്ക് എന്താണോ, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ എലമെൻറ്റ് ജോബ് ഡിസൈൻ. നമ്മൾ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ജോബ് ഡിസൈൻ എന്നുള്ളത്. എന്താ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഓരോ ജോബിനെ കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ അനാലിസിസ് നടത്തിയിരിക്കണം. ആരൊക്കെയാണ് ഈ ജോബ് ചെയ്യേണ്ടത്, എന്താണ് ഈ ജോബിൻ്റെ പ്രത്യേകത, എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ഈ ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തുടങ്ങി ഓരോ ജോബിനെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നതിനെയാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. കാരണം ഓരോ ജോബിനെ കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്താൽ മാത്രമേ ആ ജോബ് സ്കിൽഡ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. സോ ജോബ് ഡിസൈൻ മീൻസ് ഔട്ട്ലൈനിങ് ദ ടാസ്ക്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, qualifications, methods and relationships required to perform a given task or job. അപ്പോൾ ജോബ് ഡിസൈൻ മീൻസ് ഓരോ ജോബിനെ കുറിച്ചും അതിൻ്റെ ഔട്ട്ലൈനിങ് ദ ടാസ്ക്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻസ്. ആ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, എന്താണ് ആ ജോബ്, എങ്ങനെയാണ് ചെയ്ത് തീർക്കേണ്ടത്, ഏത് മെത്തഡാണ് ഉപയോഗിക്കേണ്ടത്, ആരിലേക്കാണ് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ജോബിനെ കുറിച്ചും കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുന്നതിനാണ് നമ്മൾ ജോബ് ഡിസൈൻ എന്നുള്ള എലമെൻ്റ് ആയിട്ട് പറയുന്നത്. ദെൻ രണ്ടാമത്തെ എലമെൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്നറിയപ്പെടുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഓർഗനൈസേഷൻ്റെ സ്റ്റെപ്പിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. കാരണം നമ്മൾ ജോബ് ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജോബ് ഡിസൈൻ എന്നുള്ളതിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ടും ഓരോ ജോബിനെ കുറിച്ചും സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആരിലേക്കാണ് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി വെക്കുന്നതിന് ശേഷം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് സിമിലർ നേച്ചറിലുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള ജോബിനെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്നറിയപ്പെടുന്നത്. ദ ഗ്രൂപ്പിംഗ് ഓഫ് റിലേറ്റഡ് ഫങ്ഷൻസ്
or activities into manageable units to achieve the objectives. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറേ ജോബുകൾ, ആ ജോബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കി വെച്ചതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, സിമിലർ ഫംഗ്ഷൻസ്, ഒരേ രീതിയിലുള്ള ഫംഗ്ഷൻസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്ത് ഓരോ ഭാഗങ്ങളാക്കി, ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി, സെക്ഷൻസ് ആക്കി മാറ്റി വെക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്നുള്ള എലമെൻറ്റിൽ പറയപ്പെടുന്നത്. ദെൻ ദ തേർഡ് എലമെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്, സ്പാൻ ഓഫ് കൺട്രോളിന് നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് കൂടി അറിയപ്പെടാറുണ്ട്. സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് ഒരു സുപ്പീരിയർക്ക് അയാളുടെ കീഴിൽ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. സോ സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് ഇറ്റ്സ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. ഒരു സുപ്പീരിയർക്ക് അയാളുടെ കീഴിൽ ഇഫക്റ്റീവായിട്ട് വളരെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുക. അത് പല ഓർഗനൈസേഷനിലും പല രീതിയിലായിരിക്കും. നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ട്. നാരോ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു മാനേജർ അയാളുടെ കീഴിൽ മാനേജ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിനാണ് എന്ത് വിളിക്കുക, നാരോ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുക. അതേസമയം ഒരു മാനേജർ അയാളുടെ കീഴിൽ ഒരുപാട് ആളുകളെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുക. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് the number of subordinate that can be effectively managed by a superior. ഒരു സുപ്പീരിയർക്ക് അയാളുടെ കീഴിൽ ഇഫക്റ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുക. ദിസ് ഇസ് ഓൾസോ കോൾഡ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ദെൻ ദ ഫോർത്ത് എലമെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. നമ്മൾ കൃത്യമായിട്ട് സ്പാൻ ഓഫ് കൺട്രോൾ പറഞ്ഞു. അതുപോലെ തന്നെ നാലാമത്തെ എലമെൻ്റ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മീൻസ് അസൈനിങ് ഡ്യൂട്ടീസ്. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റിയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെയാണ്, മറ്റുള്ളവർക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നതിനെയാണ്, അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഡെലിഗേഷൻ എന്ന് വിളിക്കുന്നത്. അസൈനിങ് ഓഫ് സർട്ടൈൻ റെസ്പോൺസിബിലിറ്റീസ് along with the necessary authority by a superior to his subordinate. നമ്മൾ തൊട്ട് മുമ്പേ സ്പാൻ ഓഫ് കൺട്രോൾ പറഞ്ഞിരുന്നു. സ്പാൻ ഓഫ് കൺട്രോളിൽ ഓരോ മാനേജറും അയാളുടെ കീഴിൽ ഇഫക്റ്റീവായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന, മാനേജ് ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റിൻ്റെ എണ്ണം, അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു സ്പാൻ ഓഫ് കൺട്രോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നടക്കുന്നതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഓരോ മാനേജേഴ്സും അവരുടെ കീഴിലുള്ള ആളുകൾ ആരൊക്കെയാണോ അവർക്ക് ചില റെസ്പോൺസിബിലിറ്റികൾ കൊടുക്കുന്നു. റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള അതോറിറ്റി, അതിനുള്ള അവകാശങ്ങൾ കൂടി, പവർ കൂടി അവർ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ്, ഏൽപ്പിച്ച് കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഈസ് അസൈനിങ് ഓഫ് സർട്ടൻ റെസ്പോൺസിബിലിറ്റീസ് along with the necessary authority by a superior to his subordinate. സുപ്പീരിയർ അയാളുടെ അതോറിറ്റിയിൽ നിന്നും ചിലതൊക്കെ അയാളുടെ സബോർഡിനേറ്റിന് കൂടി ഏൽപ്പിച്ച് കൊടുക്കുന്നതിനെ, അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഈ 4 എലമെൻറ്റുകളാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനുള്ളത്. സോ ജോബ് ഡിസൈൻ, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ ആൻഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ, ചെറിയ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ എലമെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ പ്രതിപാദിച്ചിരുന്നു. ഓർഗനൈസേഷൻ സ്ട്രക്ചർ മീൻസ് ദ പാറ്റേൺ, എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസൈൻ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് 4 എലമെൻറ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് ജോബ് ഡിസൈൻ, ഓരോ ജോബിനെ കുറിച്ചും കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുന്നു. അതിനുശേഷം രണ്ടാമത്തത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, ഓരോ ജോബും മനസ്സിലാക്കിയതിന് ശേഷം അതിനെ സിമിലർ ആയിട്ടുള്ള നേച്ചറിൽ വരുന്നതിനൊക്കെ നമ്മൾ ഓരോ ഗ്രൂപ്പാക്കി, ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി, സെക്ഷനാക്കി മാറ്റി വെക്കുന്നു. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ, ഓരോ മാനേജേഴ്സിനും അവരുടെ കീഴിൽ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ സബോർഡിനേറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നു. അതിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയാം. ദെൻ ആ സ്പാൻ ഓഫ് കൺട്രോൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജേഴ്സ് അവരുടെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റിയൊക്കെ അവരുടെ കീഴ് ജീവനക്കാർക്ക് കൂടി അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സിന് കൂടി ഏൽപ്പിച്ച് കൊടുക്കുന്നതിനെ, അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഈ 4 എണ്ണമായിരുന്നു നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് കൊമേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.